എല്ലാവർക്കും നമസ്കാരം. ഡെയിലി കറണ്ട് അഫെയർ സെക്ഷനിലേക്ക് സ്വാഗതം. നമ്മളിന്ന് 19, 20 തീയതികളിലെ കറണ്ട് അഫെയർസ് ആണ് നോക്കാനായിട്ട് പോകുന്നത്. ആദ്യത്തെ ചോദ്യം, യുനെസ്കോയുടെ മെമ്മറി ഓഫ് വേൾഡ് രജിസ്റ്ററിൽ പുതുതായി ഇടം പിടിച്ച ഇന്ത്യയിലെ പൈതൃക രേഖകൾ ഏതൊക്കെയാണെന്നാണ്. അത് ഭഗവത്ഗീതയും നാട്യശാസ്ത്രവുമാണ്. ആകെ 570ഓളം പൈതൃക രേഖകളാണ് മെമ്മറി ഓഫ് വേൾഡ് രജിസ്റ്ററിൽ നിലവിലുള്ളത്. ഇതിൽ 14 എൻട്രികൾ ഇന്ത്യയുടേതാണ്. അപ്പം മറക്കേണ്ട, ഒരിക്കൽ കൂടി പറയാം, ഭഗവത്ഗീതയും നാട്യശാസ്ത്രവുമാണ് യുനെസ്കോയുടെ മെമ്മറി ഓഫ് വേൾഡ് രജിസ്റ്ററിൽ ഇടം നേടിയിരിക്കുന്നത്. അടുത്തതായി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കറണ്ട് അഫെയർ ആണ്. ഏപ്രിൽ 19 വിക്ഷേപിച്ചിട്ട് 50 വർഷം തികയുന്ന ഇന്ത്യയുടെ ഉപഗ്രഹം ഏതെന്നാണ് ചോദ്യം. അത് നമ്മുടെ ഇന്ത്യയുടെ ആദ്യത്തെ ഉപഗ്രഹമായിട്ടുള്ള ആര്യഭട്ടയാണ്. ആര്യഭട്ടയെക്കുറിച്ച് നമുക്ക് കുറച്ചുകൂടി കൂടുതൽ കാര്യങ്ങൾ നോക്കാം. 1975 ഏപ്രിൽ 19 സോവിയറ്റ് യൂണിയൻ്റെ വിക്ഷേപണ കേന്ദ്രത്തിൽ നിന്ന് ആര്യഭട്ട പറന്നുയർന്നത്. പ്രൊഫസർ UR റാവുവിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ആര്യഭട്ടയ്ക്ക് രൂപം നൽകിയിരിക്കുന്നത്. അതുപോലെ ആര്യഭട്ട എന്ന പേര് നിർദ്ദേശിച്ചത് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയായിരുന്നു. ഓർത്തു വയ്ക്കുക, ഇന്ദിരാഗാന്ധിയാണ് ആര്യഭട്ട എന്ന പേര് നിർദ്ദേശിച്ചിരിക്കുന്നത്. അന്നത്തെ ISRO ചെയർമാൻ ആയിരുന്നത് പ്രൊഫസർ സതീഷ് ധവാൻ ആയിരുന്നു. ആര്യഭട്ടയുടെ വിജയത്തിന് ശേഷം ഇന്ത്യ ഇതുവരെ 131ഓളം ഉപഗ്രഹങ്ങളെ വിജയകരമായിട്ട് വിക്ഷേപിച്ചിട്ടുണ്ട്. ഇപ്പോഴും 51 എണ്ണം സജീവമായി ഭ്രമണപഥത്തിലുണ്ട്. അപ്പോൾ ഇന്ത്യ ഇതുവരെ വിക്ഷേപിച്ച ഉപഗ്രഹങ്ങളുടെ എണ്ണം എത്രയാണ്? അത് 131ആണ്. അടുത്തത്, കഴിഞ്ഞ ദിവസം അന്തരിച്ച പ്രശസ്ത ഹൃദ്രോഗ വിദഗ്ധൻ ആരെന്നാണ്. അത് ഡോക്ടർ മാത്യു സാമുവൽ കളരിക്കലാണ്. ഇന്ത്യൻ ആൻജിയോപ്ലാസ്റ്റിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഇദ്ദേഹമാണ്. മറക്കരുത്, ഇന്ത്യൻ ആൻജിയോപ്ലാസ്റ്റിയുടെ പിതാവ് ഡോക്ടർ മാത്യു സാമുവൽ കളരിക്കൽ. ഹൃദയം തുറക്കാതെ തന്നെ ധമനികളിലെ തടസ്സങ്ങൾ നീക്കം ചെയ്യാനാകുന്ന കൊറോണറി ആൻജിയോപ്ലാസ്റ്റി രാജ്യത്ത് ആദ്യമായിട്ട് 1986 നടത്തിയത് ഇദ്ദേഹമാണ്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ മറ്റൊരു കോൺട്രിബ്യൂഷനാണ് സ്വയം വിഘടിച്ച് ഇല്ലാതാകുന്ന ബയോസ്റ്റെൻറ്റുകൾ ഉപയോഗിക്കുന്നതിന് തുടക്കമിട്ടതും ഇദ്ദേഹമാണ്. നമുക്ക് അടുത്ത കറണ്ട് അഫെയറിലേക്ക് പോകാം. 2025 ഏപ്രിലിൽ അന്തരിച്ച തെലങ്കാനയുടെ വൃക്ഷമനുഷ്യൻ എന്നറിയപ്പെടുന്ന പരിസ്ഥിതി പ്രവർത്തകൻ ആരെന്നാണ്. അത് ദാരിപ്പള്ളി രാമയ്യ ആണ്. വൃക്ഷമനുഷ്യൻ എന്ന് കൂടാതെ വനജീവി എന്ന പേരിലും ഇദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. 2017 പത്മശ്രീ ജേതാവായിരുന്നു. അതുപോലെ പരിസ്ഥിതി സംരക്ഷണങ്ങളുടെ ഭാഗമായിട്ട് അദ്ദേഹം 1 കോടിയിലേറെ വൃക്ഷത്തൈകളാണ് നട്ടുപിടിപ്പിച്ചിരിക്കുന്നത്. ഓർത്തുവയ്ക്കുക, വൃക്ഷമനുഷ്യൻ, വനജീവി എന്ന പേരിലെല്ലാം അറിയപ്പെടുന്ന പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തകനാണ് ദാരിപ്പള്ളി രാമയ്യ. ദേശീയ വിദ്യാഭ്യാസ നയം 2020 പ്രകാരം ഹിന്ദി നിർബന്ധിത 3ാം ഭാഷയാക്കുമെന്ന് പ്രഖ്യാപിച്ച സംസ്ഥാനമേത്? അത് മഹാരാഷ്ട്രയാണ്. അടുത്തത് സ്പോർട്സുമായി ബന്ധപ്പെട്ട കറണ്ട് അഫെയർ ആണ്. ഏറ്റവും പ്രായം കുറഞ്ഞ IPL താരം, അത് ബീഹാർ സ്വദേശിയായിട്ടുള്ള വൈഭവ് സൂര്യവംശിയാണ്. ഓർത്തു വയ്ക്കുക, ബീഹാർ സ്വദേശിയായ വൈഭവ് സൂര്യവംശി പ്രായം കുറഞ്ഞ IPL താരം. രാജസ്ഥാൻ റോയൽസ് ടീം അംഗമാണ്. അടുത്തത്, 2025 വനിതാ ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം സ്വന്തമാക്കിയത് ആരെന്നാണ് ചോദ്യം. ജു വെൻജുൻ ആണ് ഉത്തരം. ചൈനീസ് ഗ്രാൻഡ് മാസ്റ്റർ ആണ് ജു വെൻജുൻ. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ കറണ്ട് അഫെയർസ്. ഇനി നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം, ഇന്ത്യൻ ആൻജിയോപ്ലാസ്റ്റിയുടെ പിതാവ് ആരെന്നാണ്. ഓപ്ഷൻസ്: ഓപ്ഷൻ A KM മാത്യൂസ്, ഓപ്ഷൻ B സാമുവൽ തോമസ്, ഓപ്ഷൻ C ഡോക്ടർ വർഗീസ് കുര്യൻ, ഓപ്ഷൻ D ഡോക്ടർ മാത്യു സാമുവൽ കളരിക്കൽ. രണ്ടാമത്തെ ചോദ്യം, ഏറ്റവും പ്രായം കുറഞ്ഞ IPL താരം ആര്? ഓപ്ഷൻ A വൈഭവ് സൂര്യവംശി, ഓപ്ഷൻ B ശ്രീജീഷ്, ഓപ്ഷൻ C ധോണി, ഓപ്ഷൻ D ഗുഗേഷ്. ഉത്തരങ്ങൾ കമൻറ്റ് ചെയ്യുക. നമുക്ക് കഴിഞ്ഞ ദിവസത്തെ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സിലേക്ക് പോകാം. കഴിഞ്ഞ ദിവസത്തെ ആദ്യത്തെ ചോദ്യം, പൂർണ്ണമായും AI-യിൽ നിർമ്മിച്ച ചിത്രം ഏതെന്നായിരുന്നു. അത് ലവ് യു ആണ്. രണ്ടാമത്തെ ചോദ്യം, രാജ്യത്ത് പട്ടികജാതികൾക്ക് ഉപസംവരണം നടപ്പിലാക്കുന്ന ആദ്യ സംസ്ഥാനം ഏതെന്നാണ്. അത് ഓപ്ഷൻ B തെലങ്കാനയാണ് ഉത്തരം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. അടുത്ത ദിവസം വീണ്ടും കാണാം.